प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ദില്ലി മേം ഉനീന്തേ എന്ന പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ്. ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഈ വീഡിയോയിലേക്ക് വരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചോദ്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും. रुपये का सिक्का सबको दौड़ रहा है, किसी के हिस्से में कम किसी के हिस्से में ज्यादा, इससे आपने क्या समझा? പുസ്തകത്തിലെ തന്നെ ആദ്യത്തെ ചോദ്യമാണ്. രൂപയുടെ നാണയങ്ങളാണ് നമ്മളെ എല്ലാവരെയും ഓടിക്കുന്നത്. ചിലരുടെ അക്കൗണ്ടിൽ അത് കൂടുതൽ കാണും, ചിലരുടെ അക്കൗണ്ടിൽ കുറവ് കാണും. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഉത്തരം, इस वाक्य से समझ आता है कि रुपया ही आज सबको दौड़ा रहा है. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് രൂപയുടെ പുറകെയാണ് ഇന്ന് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, എല്ലാവരെയും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് രൂപയാണ്. കിസിക്കെ പാസ് കം ഹേ തോ കിസിക്കെ പാസ് ജ്യാദ. ചിലരുടെ കയ്യിൽ കുറവായിരിക്കും, ചിലരുടെ കയ്യിൽ കൂടുതലായിരിക്കും. ഇതിലെ സമാജമേ അസമാനത ഹേ. അങ്ങനെ വരുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ അസമാനതകൾ ഉണ്ടാകുന്നത്. പൈസ ജരൂരി ഹേ പർ ജീവൻ കാ അസലി സുഖ കേവൽ പൈസ സേ നഹീ മിൽത്ത. ഒരു കാര്യം കൂടെ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. പൈസ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്, പക്ഷെ ജീവിതത്തിന്റെ യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് പൈസ കൊണ്ട് മാത്രം ലഭിക്കില്ല. ഇതാണ് നമുക്ക് മനസ്സിലാകുന്ന ആശയം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. क्या उसके बाद सरकार मेरे लिए कुछ करेगी? जनता സർക്കാർ से क्या क्या उम्मीदें करेगी? അതിനുശേഷം സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? അതായത് ജനങ്ങൾ സർക്കാരിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിന്റെ സന്ദർഭം നമുക്കറിയാം. ലേഖിക ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ഉത്തരം തന്നിട്ടുണ്ട്. क्या उसके बाद सरकार मेरे लिए कुछ करेगी? जनता सरकार से क्या क्या उम्मीदें रखती है? उत्तरम, जनता सरकार से रोजगार, शिक्षा, स्वास्थ्य, सस्ती सुविधाएं, सुरक्षा और अपने जीवन स्तर को बेहतर बनाने की उम्मीद रखती है. गरीब और आम आदमी चाहता है कि सरकार उसकी गरीबी दूर करे, उसे स्थिर आजीविका दे और उसके बच्चों के भविष्य की चिंता करे. जनता सरकार से रोजगार, शिक्षा, स्वास्थ्य और बेहतर जीवन स्तर की उम्मीद रखती है. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ജനങ്ങൾ എന്തൊക്കെയാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ് ചോദ്യം. ജനത സർക്കാർ സെ रोजगार, शिक्षा, स्वास्थ्य, सस्ती सुविधाएं, सुरक्षा और अपने जीवन स्तर को बेहतर बनाने की उम्मीद रखती है. ജനങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തൊഴില്, വിദ്യാഭ്യാസം, ആരോഗ്യം, കുറഞ്ഞ ചെലവിൽ സൗകര്യങ്ങൾ, അതുപോലെ സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ, അതുപോലെ നമ്മുടെ ജീവിത നിലവാരങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക എന്നിങ്ങനെയുള്ള പ്രതീക്ഷകളാണ് ജനങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഗരീബ് അവർ ആം ആദ്മി ചാഹത്താ ഹെ. പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആൾക്കാർ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. അതായത് സർക്കാർ ഉസ്കി ഗരീബി ദൂർ കരെ. സർക്കാർ അവരുടെ ദാരിദ്ര്യം മാറ്റണം. ഉസ്സെ സ്ഥിർ ആജീവികാതെ, അവർക്ക് സ്ഥിരമായിട്ടുള്ള വരുമാന മാർഗങ്ങൾ നൽകണം. അവർ ഉസ്കെ ബച്ചോന്റെ ഭവിഷ്യക്ക് ചിന്താക്കരെ, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് സർക്കാർ ചിന്തിക്കണം. ജനത സർക്കാർ സെ റോസ്ഗാർ, ശിക്ഷ, സ്വാസ്ഥ്യ അവർ ബേഹത്തർ ജീവൻ സ്ഥിരത്തി ഉമ്മീദ് രക്തി. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ജനങ്ങൾ സർക്കാരിൽ നിന്ന് തൊഴില്, വിദ്യാഭ്യാസം, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ മെച്ചപ്പെട്ട ജീവിതത്തിനുള്ള ഒരു നിലവാരം, ഇത്രയും കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവസാനത്തെ ഒരൊറ്റ സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. എന്നാൽ 2-3 മാർക്കിനാണെങ്കിൽ മുഴുവൻ വാക്യങ്ങൾ തന്നെ പഠിച്ചിരിക്കണം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. अगर मेरी कहानी सुनने से आपका काम होता है तो मैं आऊंगा. यहाँ रिक्शा चालक का कौन सा मनोभाव प्रकट होता है? എന്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജോലി പൂർത്തിയാവുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരാം. ഇവിടെ റിക്ഷക്കാരന്റെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ഉത്തരം ഞാൻ നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുണ്ട്. एक पहाड़, एक लेखिका और एक गरीब ऑटो वाले के बीच बातचीत का अंश है. നമുക്കറിയാം ഈ പാഠം ഒരു ലേഖികയും ഒരു പാവപ്പെട്ട ഓട്ടോക്കാരൻ തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ ഭാഗമാണ്. ലേഖിക एक पत्रकार है. ലേഖിക ഒരു ജേർണലിസ്റ്റ് ആണ്.
और वह ऑटो वाले का साक्षात्कार लेना चाहती है. അവര് ഓട്ടോക്കാരനുമായിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓട്ടോ വാല अपनी कहानी सुनाने के लिए सहमत होता है. ഓട്ടോക്കാരൻ അദ്ദേഹത്തിന്റെ കഥ കേൾപ്പിക്കാൻ സമ്മതമുണ്ട് അദ്ദേഹത്തിന്. ലേക്കിൻ വഹ എഴുതി कहता है. പക്ഷെ അദ്ദേഹം ഇതും കൂടെ പറയുന്നു, അതായത് कि अगर उसकी कहानी से लेखिका का काम होता है तो वह आ जाएगा. അവന്റെ കഥ പ്രസിദ്ധീകരിക്കുന്നത് വഴി ലേഖികയ്ക്ക് പ്രയോജനം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വരും. ബാത്ചീത് പല ചലത്താഹെ. ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ ഓട്ടോ വാല സീതാ സാധാഹെ. ഓട്ടോ വാല ഒരു സീതാ സാധാ ആദ്മി എന്ന് പറഞ്ഞാൽ വളരെ നേരെ വാ നേരെ പോ എന്നുള്ള ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ്. സ്ട്രേറ്റ് ഫോർവേഡ് എന്നാണ് സീതാ സാധാ എന്ന വാക്കിന്റെ അർത്ഥം. और उसे लगता है कि उसकी कहानी में कुछ खास नहीं है. അയാൾക്കറിയാം അയാളുടെ കഥയ്ക്ക് ഒരു പ്രത്യേകതയുമില്ല എന്ന് പറഞ്ഞാൽ അയാൾ സാധാരണക്കാരനാണ് അല്ലെ. അയാളുടെ കഥയ്ക്ക് പ്രത്യേകതയൊന്നും അറിയാം. സിർഫ് മദത് തയ്യാറ്. എന്നിരുന്നാലും അദ്ദേഹം ആ ലേഖികയെ സഹായിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അടുത്ത ചോദ്യം, तीन को हम असंभव क्यों बताया गया. ഉറക്കത്തെ ഇവിടെ ഇമ്പോസിബിൾ എന്ന് പറയാൻ കാരണമുണ്ട്, അസാധ്യം എന്ന് പറയാൻ കാരണമുണ്ട്. ഈ ഒരു സന്ദർഭം വരുന്ന എപ്പോഴാണ്? ലേഖിക ആദ്യം അദ്ദേഹത്തിന്റെ ഉറക്കത്തെ കുറിച്ച് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇന്റർവ്യൂവിൽ അല്ലേ. കാരണം എന്താണ്? അദ്ദേഹം ഓട്ടോയിലാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ലേഖികയെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഉത്തരം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നീണ്ടു പോയ ഹം അസംഭവിക്കാൻ പറ്റായ ഉത്തർ. ഓട്ടോ വാലയ്ക്ക് പാസ് അപ്നാ ഘർ നഹീ ഹെ. ഓട്ടോക്കാരന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടില്ല. ഓ ഓട്ടോമേ ഹി സോത്താ ഹെ. അവൻ ഓട്ടോയിലാണ് ഉറങ്ങുന്നത്. ഓട്ടോമേ ആരാംസെ നീന്ത് ലേന കഠിൻ ഹോത്താ ഹെ. ഓട്ടോയിൽ സുഖപ്രദമായിട്ട് ഉറങ്ങുക എന്നുള്ളത് വളരെ കഠിനമായ കാര്യമാണ്. शोर असुविधा और असुरक्षा के कारण उसे गहरी और शांत नींद मिलना लगभग असंभव हो जाता है. ബഹളം, അസൗകര്യങ്ങൾ, സുരക്ഷാ കാരണങ്ങൾ ഇവയൊക്കെ കാരണം അദ്ദേഹത്തിന് നല്ല ആഴമേറിയ ഉറക്കം കിട്ടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. तब क्या उसकी थकान के सब साल उसमें जुड़ गए हैं. അപ്പോൾ എന്താ അദ്ദേഹത്തിന്റെ ആ ക്ഷീണത്തിന്റെ മുഴുവൻ വർഷങ്ങളും അതിൽ ചേർത്തോ? ലേഖികനെ ഐസാക്യം സ്വച്ഛ ഹോക. ലേഖിക എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? ഓട്ടോക്കാരനോട് പ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം ഏകദേശം 50 വയസ്സെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ അദ്ദേഹം പറയാണ് 1962 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. ഈ ഇന്റർവ്യൂ നടന്നതാണെങ്കിൽ 1983 കണക്കനുസരിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 50 വയസ്സായിട്ടില്ല. അതുകൊണ്ടാണ് ലേഖിക ഇങ്ങനെ ചിന്തിക്കുന്നത്. ഓട്ടോവാല ഖുദ്കോ 50 സാൽ കാ ബതാത്താ ഹെ. ഓട്ടോക്കാരൻ ഏകദേശം 50 വയസ്സായി തനിക്കെന്ന് പറയുന്നു. ജബ്കി ലേഖികാക്കോ വഹ 40 സാൽ സെ സ്യാദാ കാ നഹീ ലഗ്താ. എന്നാൽ ലേഖികക്ക് കണക്കുകൂട്ടലനുസരിച്ച് അയാൾക്കൊരു 40 വയസ്സിലധികം തോന്നുന്നില്ല. ഈ സന്ദർഭോ ലേഖികർ ലേഖികാക്കോ ലഗ്താ ഹെ. ഈ ഒരു വ്യത്യാസം കണ്ടിട്ട് ലേഖികക്ക് ഇങ്ങനെ തോന്നുവാണ്. कि शायद उसकी जिंदगी के सारे संघर्ष और थकान भरे साल उसकी उम्र में जुड़ गए हैं. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ മുഴുവൻ സംഘർഷങ്ങളും അല്ലെങ്കിൽ ക്ഷീണങ്ങളും മടുപ്പും നിറഞ്ഞ ആ വർഷങ്ങൾ മുഴുവൻ ഇരട്ടിയായിട്ട് അദ്ദേഹത്തിന്റെ പ്രായത്തോട് ചേർന്നിട്ടുണ്ടായിരിക്കും. ജിസ്കി വജഹ്സെ വോ ഇത്നാ തകാ ഹുവാ और भूखा लग रहा है. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ക്ഷീണിച്ചല്ലെങ്കിൽ വൃദ്ധനെ പോലെ കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ 40കാരന്റെ ലുക്ക് അല്ല അദ്ദേഹത്തിന് ഉള്ളത്, 50കാരന്റെ ലുക്ക് തന്നെയാണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞത് ഏകദേശം 50 വയസ്സാണെന്നാണ്. പക്ഷെ കണക്കുകൾ അനുസരിച്ച് 40 ഉള്ളൂ. അപ്പോൾ ലേഖിക്ക് തോന്നുകയാണ് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് കാരണം കൊണ്ടായിരിക്കാം ഈ കഷ്ടപ്പാടിന്റെ വർഷങ്ങളോട് ചേർത്ത് അദ്ദേഹം വയസ്സ് പറഞ്ഞത് എന്ന് തോന്നുന്നു. അടുത്തത്, ദോ വക്ത് കി റോട്ടി മിൽ ജായേ ഗനിമത്ത് ഹെ. ഇസ് കഥൻ പർ ആപ്കാ വിചാർ ക്യാ ഹെ. 2 നേരത്തെ ഭക്ഷണം കിട്ടിയാൽ ഭാഗ്യം. ഈ ഒരു പറച്ചിലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതി എന്താണ്? ഉത്തരം, ऑटो वाले के लिए 2 वक्त की रोटी मिल जाए गनीमत है. कहने का मतलब है कि उसके लिए अच्छा दिन वो है जब उसे खाने के लिए पर्याप्त भोजन मिल जाए. ഈ സന്ദർഭം നമുക്കറിയാം. നിങ്ങളുടെ ഒരു നല്ല ദിവസം ഏതാണെന്ന് ലേഖിക ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അദ്ദേഹം അല്ലെ. 2 നേരത്തെ ഭക്ഷണം കിട്ടിയ അതാണ് എനിക്ക് കാര്യമെന്ന്. ऑटो वाले के लिए 2 वक्त की रोटी मिल जाए गनीमत है. ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം 2 നേരത്തെ ഭക്ഷണം കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. കഹനേക്ക മതലബ് ഹെ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. കി അതായത് ഉസ്കെലി അച്ഛാ ദിൻ വോ ഹെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസം എന്ന് പറയുന്നത് ആ ദിവസങ്ങളാണ്. ഏത്? ജബ് ഉസെ ഖാനേക്കിലെ പര്യാപ്ത ഭോജൻ മിൽ ജായേ. എന്നാണോ അദ്ദേഹത്തിന് നന്നായിട്ട് ഭക്ഷണം കിട്ടുന്നത് അന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ല ദിവസം.
यह दर्शाता है कि उसका जीवन बहुत मुश्किल है. ഇത് കാണിക്കുന്ന എന്താണ്? അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്. और उसकी सबसे बड़ी चिंता अपनी बुनियादी ശരീരത്തെ പൂരി करनी है. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. ഒരാളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് ഭക്ഷണം, വസ്ത്രം, തലചായ്ക്കാൻ ഒരിടം എന്നിവയൊക്കെ അല്ലേ. यह सोच लेखिका की सोच से बहुत अलग है. ഇദ്ദേഹത്തിന്റെ ഈ ചിന്താഗതി ലേഖികയുടെ ചിന്താഗതിയുമായിട്ട് തികച്ചും വ്യത്യസ്തമാണ്. जो अच्छे दिन को പ്രകൃതി से जोड़ते हैं. കാരണം എന്താണ്? ലേഖിക നല്ല ദിവസം എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് പുറത്തേക്ക് പോയി നല്ല ഭക്ഷണമൊക്കെ ചെയ്യുന്ന ദിവസങ്ങളെയാണ് ലേഖിക നല്ല ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസം 2 നേരത്തെ ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ്. हम एक ही शहर में रहते हुए 2 अलग अलग मौसम में रहते हैं. अन्न और भूख के मौसम में, घर और बेकरी के मौसम में. इस कथन पर आपका विचार क्या है? ഞങ്ങൾ ഒരേ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് 2 തരം കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഒരാള് ഭക്ഷണത്തിന്റെയും വിശപ്പിന്റെയും കാലാവസ്ഥയിൽ, അല്ലെങ്കിൽ വീടുള്ള അവസ്ഥയും വീടില്ലാത്ത കാലാവസ്ഥയും. ഈ പറച്ചിലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ലേഖിക പറഞ്ഞതാണ് അവസാനം അല്ലേ. എന്താണ് നമുക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം നോക്കാം. लेखिका ने ऐसा इसलिए कहा क्योंकि वह और ऑटो वाला एक ही शहर में रहते हुए भी पूरी तरह से अलग जीवन जीते हैं. ലേഖിക ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അവരും ഓട്ടോക്കാരനും ഒരേ പട്ടണത്തിൽ, അതായത് ദില്ലിയിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചിട്ട് പോലും പൂരി तरह से अलग जीवन जीते हैं. തികച്ചും വ്യത്യസ്തമായ ജീവിതമാണ് രണ്ടുപേരും നയിക്കുന്നത്. ലേഖിക के लिए मौसम बारिश और हरियाली से जुड़ा है. ലേഖികയെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ എന്ന് പറയുന്നത് മഴയും പച്ചപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓട്ടോവാല के लिए यह अन्न और भूख का मौसम है. ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ എന്ന് പറയുന്നത് അന്നത്തിന്റെയും വിശപ്പിന്റെയും, ആഹാരത്തിന്റെയും വിശപ്പിന്റെയും കാലാവസ്ഥയാണ്. जहाँ उसे हर दिन भोजन और रहने की जगह के लिए संघर्ष करना पड़ता है. അദ്ദേഹത്തിന് ഓരോ ദിവസവും ഭോജനത്തിന് വേണ്ടിയും ജീവിക്കാനുള്ള സ്ഥലത്തിന് വേണ്ടിയും സംഘർഷം ചെയ്യേണ്ടതായി വരുന്നു. കഥൻ സമാജിക്ക് അസമാനതക്കോ ദർശാത്താഹെ. ഈ ഒരു പറച്ചിൽ സമൂഹത്തിലെ ആ ഒരു അസമാനതയാണ് കാണിക്കുന്നത്, അസന്തുലിതാവസ്ഥയാണ് കാണിക്കുന്നത്. ഇനി 8ാമത്തെ ചോദ്യം, നമ്മൾ ഗതിവിധികളിലേക്ക് വരികയാണ്. ഗതിവിധികളിലെ 1ാമത്തെ ചോദ്യമാണ് ഇവിടെ 8ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. കിസ്നെ കിസ്സെ കഹ, ആര് ആരോട് പറഞ്ഞു എന്നാണ് ആ ചോദ്യം. അതായത് പ്രസൂതിനെ കുറിച്ച് സെന്റൻസുകൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് ആരോട് പറഞ്ഞു എന്നാണ് എഴുതാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 1ാമത്തേത്, അപ്ക മതലബ് അപ് തബ്സെ സടക്ക് പർ ഹി ഹെ. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ അന്ന് മുതലേ വഴിയിൽ ആണ് എന്നാണോ, വഴിയിലാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഇത് ആരോട് പറഞ്ഞാണ്? ലേഖികാനെ രാജാറാമത്തെ കഹ. ഇത് ലേഖിക രാജാറാമിനോട് പറഞ്ഞതാണ്. 2ാമത്തേത്, മേ ആപ്ക സോഫ ഗന്ദ നഹീ കർനാ ചാഹത്താ ഹൂ. ഞാൻ നിങ്ങളുടെ സോഫ വൃത്തികേടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ആര് പറഞ്ഞാണ്? രാജാറാമിനെ ഗഗൻഗിൽ സെ കഹ. രാജാറാം ഗഗൻഗിലിനോട് പറഞ്ഞാണ്. ഗഗൻഗിൽ എന്ന് പറയുന്ന ലേഖികയുടെ പേരാണ് കേട്ടോ. രാജാറാമിനെ ഗഗൻഗിൽ സെ കഹ. അടുത്തത്, ആം ലോഗോം കോ ആപ്കെ ജീവൻ കെ ബാരെ മേ പതാ ചലേഗ. സാധാരണക്കാരായ ആൾക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വിവരം ലഭിക്കും. ഇതാരോട് പറഞ്ഞാണ്? ഗഗൻഗിലിനെ രാജാറാം സെ കഹ. ഗഗൻഗിൽ രാജാറാമിനോട് പറഞ്ഞതാണിത്. അടുത്തത്, ആപ്കെ ലിയേ ഏക് അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹെ. നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല ദിവസം ഏതാണ്? ഇതാരോട് ചോദിച്ചാണ്? ഗഗൻഗിൽ രാജാറാം സെ കഹ. ഗഗൻഗിൽ രാജാറാമിനോട് ചോദിച്ചതാണ്. ലേഖിക രാജാറാമിനോട് ചോദിച്ചതാണ്. ദോ വക്ത് കി റോട്ടി മിൽ ജായേ ഗനീമത്ത് ഹെ. 2 നേരത്തെ ഭക്ഷണം കിട്ടിയാൽ അതാണ് വലിയ കാര്യം. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ ഖുശി കി ബാത്ത് എന്നാണ്, സന്തോഷകരമായ കാര്യം. ഇതാരോട് പറഞ്ഞാണ്? രാജാറാമിനെ ഗഗൻഗിൽ സെ കഹ. രാജാറാം ലേഖികയോട് പറഞ്ഞതാണ്. അടുത്തത്, ആപ്കെ പാസ് ഭി കോയി താക്കത്ത് നഹീ ഹെ ആപ് ഭി മേരെ ജൈസി ഹെ. നിങ്ങൾക്കും എന്താണ് ശക്തിയില്ല, ആപ് ഭി മേരെ ജൈസേ ഹെ. നിങ്ങളും എന്നെ പോലെ തന്നെയാണ്. ഇതാരോട് പറഞ്ഞാണ്? രാജാറാമിനെ ഗഗൻഗിൽ സെ കഹ. രാജാറാം ലേഖികയോട് പറഞ്ഞതാണ്. ഇനി അടുത്ത 2ാമത്തെ ചോദ്യം, ഹർ വാക്യ കിസ്സെ സംബന്ധിത ഹെ. ഓരോ വാക്യവും ആരെ സംബന്ധിച്ചുള്ളതാണ്? വാക്യം ഇടത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള വ്യക്തിയുടെ പേരാണ് വലത്തെ സൈഡിൽ കൊടുക്കേണ്ടത്. നിങ്ങളുടെ പുസ്തകത്തിൽ ആകെപ്പാടെ 4 കൊടുത്തിട്ടുള്ളൂ.
ആ 4 നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് ബാക്കി 3 വാക്യങ്ങളിലൂടെ പൂരിപ്പിക്കണം. കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണ്? രാജാറാം, സൈൻഡി, ദയാലു, അമീർ ആദ്മി, ലേഖിക. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമുക്ക് നോക്കാം ഏത് വാക്യം ആർക്കാണ് ചേരുന്നതെന്ന്. രാജാറാംകോ പുരാന വോട്ട് ദിയ. രാജാറാമിന് പഴയ വോട്ട് നൽകി. ഇതാരാ നൽകിയത്? ദയാലു അമീർ ആദ്മി. വളരെ ദയാലുവായ ഒരു ധനവാനായ മനുഷ്യൻ. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലേ. അടുത്തത് റേഡിയോക്ക് വലിയ പ്രോഗ്രാം ബനാരഹിയെ. റേഡിയോയ്ക്ക് വേണ്ടി പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആരാണ്? ഗഗൻഗിൽ. ഗഗൻഗിൽ എന്ന് പറയുന്ന ലേഖികയുടെ പേരാണ്. അടുത്തത് പഹലെ ഗാവുക്ക് ഖേത്തോമേ മസ്ദൂരി കർത്താഥ. ആദ്യം ഗ്രാമങ്ങളിലെ വയലുകളിൽ ജോലി ചെയ്തിരുന്നു. അതാരാണ്? രാജാറാം. പട്ടണത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഗ്രാമീണ വയലുകളിൽ ജോലി ചെയ്യുമായിരുന്നു, കൂലി വേല ചെയ്യുകയായിരുന്നു അല്ലേ. അടുത്തത് ഹാർവാർഡ് ദിനോമേം ലേഖികാക്ക സാത്തി രഹാം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കാലത്ത് ലേഖികയുടെ കൂട്ടുകാരനായിരുന്നു. ആരാണ്? സൈൻഡി എന്ന് പറയുന്ന ആളാണ്. ബച്പൻ സേ ഹി ബാപ് അന്ധാ ഹോ ഗയാ. ബാല്യം മുതലേ അച്ഛൻ അന്ധനായി തീർന്നു. ആരുടെ അച്ഛനാണ്? രാജാറാമിന്റെ അച്ഛൻ. സാക്ഷാത്കാർക്ക് റെക്കോർഡിംഗ് കർ രഹാ ഹെ. ഇന്റർവ്യൂ റെക്കോർഡിംഗ് നടത്തുന്നു. അതാരാണ്? സൈൻഡിയാണ് അല്ലേ. അടുത്തത് ചാന്ദിനി ചൗക്കുമേം റിക്ഷ ചലാത്ത ഹെ. ചാന്ദിനി ചൗക്ക് റിക്ഷ ഓടിക്കുന്നു. അതാരാണ്? രാജാറാം. അടുത്ത ചോദ്യം വാക്യംകോ സഹി ക്രമേം ലിഖേ. വാക്യങ്ങളെ ശരിയായ ക്രമത്തിൽ എഴുതുക. സഹി ക്രം ഇപ്രകാർ ഹെ. അവിടെ ഒരു അല്പം വ്യത്യാസമുണ്ട്. അതായത് സംഭവങ്ങൾ നടന്ന ക്രമത്തിലാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പുസ്തകത്തിലെ ക്രമമാണെങ്കിൽ അല്പം വ്യത്യാസം വരും കേട്ടോ. പുസ്തകത്തിൽ ഈ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്രമവും ഞാൻ തന്നിരിക്കുന്ന ക്രമവും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. പുസ്തകത്തിലെ ക്രമമാണെങ്കിൽ മാറി വരും. ഞാൻ സംഭവങ്ങൾ നടന്ന ക്രമത്തിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മാറി വേണമെങ്കിലും ചിന്തിക്കാം. ഒന്നാമത്തേത് ബാരിഷ് മേ ഉസ്കാ ഘർ ഢഹ് ഗയ. മഴയത്ത് അദ്ദേഹത്തിന്റെ വീട് വീണുപോയി, ഇടിഞ്ഞുപോയി. രണ്ടാമത്തേത് ഗാവ് മേം സിർ പർ ബോജ് ടോത്താ ഥാ. ഗ്രാമത്തിൽ തലയിൽ ഭാരം ചുമക്കുകയായിരുന്നു, തലച്ചുമട് എടുക്കുമായിരുന്നു. മൂന്നാമത്തേത് അപ്നെ ഗാവ് സെ കാൺപൂർ ഗയ. തന്റെ ഗ്രാമത്തിൽ നിന്ന് കാൺപൂരിലേക്ക് പോയി. നാലാമത്തേത് ദില്ലി ജാനേക്കാ നിശ്ചയിക്കുക. ഡൽഹിയിൽ പോകാനായിട്ട് തീരുമാനമെടുത്തു. അഞ്ചാമത്തേത് 8 സാൽ തക് സൈക്കിൾ റിക്ഷ ചലാത്ത രഹ. 8 വർഷം വരെ സൈക്കിൾ റിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നു. ആറാമത്തേത് 1.5 സാൽ തക് മുഫ്തുമേ സേവ കർത്ത രഹ. 1.5 വർഷം ഫ്രീ ആയിട്ട് ജോലി ചെയ്തു. ഏഴാമത്തേത് ഓട്ടോ കോഹി അപ്നാ ഘർ ബനായ. ഓട്ടോയെ സ്വന്തം വീടാക്കി മാറ്റി. ഞാനീ തന്നിരിക്കുന്നത് രാജാറാമിന്റെ ജീവിതത്തിലെ ഘടനകൾ, സംഭവങ്ങൾ ക്രമമായിട്ടാണ് തന്നിരിക്കുന്നത്. പുസ്തകത്തിലെ അനുസരിച്ചാണെങ്കിൽ ഈ ക്രമം ഞാനൊന്ന് മാറ്റി പറയാം. അത് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. പുസ്തകത്തിലെ അനുസരിച്ച് ഒന്നാമത്തേത് വരുന്നത് 8 സാൽ തക് സൈക്കിൾ റിക്ഷ ചലാത്ത രഹ എന്നുള്ളതാണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത് വരുന്നത് 1.5 സാൽ തക് മുഫ്തുമേ സേവ കർത്ത രഹ. 1.5 വർഷത്തിന് ഫ്രീ ആയിട്ട് സേവനം ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തേത് ബാരിഷ് മേ ഉസ്കാ ഘർ ഢഹ് ഗയ. മഴയത്ത് അദ്ദേഹത്തിന്റെ വീട് വീണുപോയി. നാലാമത്തേത് ദില്ലി ജാനേക്കാ നിശ്ചയിക്കുക. ഡൽഹിയിൽ പോകാനായിട്ട് തീരുമാനമെടുത്തു. അഞ്ചാമത്തേത് ഗാവ് മേം സിർ പർ ബോജ് ടോത്ത രഹ. ഗ്രാമത്തിൽ തലയിൽ ഭാരം ചുമക്കുന്നുണ്ടായിരുന്നു. ആറാമത്തേത് അപ്നെ ഗാവ് സെ കാൺപൂർ ഗയ. സ്വന്തം ഗ്രാമത്തിൽ നിന്ന് കാൺപൂരിലേക്ക് പോയി. ഏഴാമത്തേത് ഓട്ടോ കോഹി അപ്നാ ഘർ ബനായ. ഓട്ടോയെ സ്വന്തം വീടാക്കി മാറ്റി. ഇങ്ങനെ ഈ ക്രമത്തിന് മാറ്റം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത ചോദ്യം ബേ ഉപസർഗ് വാലെ ശബ്ദ്. ബേ ഉപസർഗം ചേർന്ന പദങ്ങൾ പൂരിപ്പിച്ചെഴുതാനാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. കുറച്ച് ഭാഗം വിട്ടുപോയിട്ടുണ്ട്, അത് പൂരിപ്പിച്ചെഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന്റെ ഉത്തരമാണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് ഘർ. ബേഘർ ജിസ്കാ കോയി ഘർ നാ ഹോ. ഘർ എന്ന് പറയുന്നത് സംജ്ഞ. അതിന്റെ ബേ ഉപസർഗം ചേർന്ന ശബ്ദം എന്ന് പറയുന്ന ബേഘർ ആണ്. ബേഘറിന്റെ അർത്ഥം ജിസ്കാ കോയി ഘർ നാ ഹോ, വീടില്ലാത്തവൻ. ഇനി രണ്ടാമത്തെ വാക്ക് ഫിക്ർ എന്നാണ്. ഫിക്ർ എന്ന് പറഞ്ഞാൽ ആവലാതി, ബുദ്ധിമുട്ട് എന്നൊക്കെയാണ്, ചിന്ത എന്നൊക്കെയാണ്. ബേ ഫിക്ർ എന്ന് പറഞ്ഞാൽ ചിന്തയില്ലാത്തവൻ. അതിന്റെ അർത്ഥം എന്താണ്? ജിസ്കാ കോയി ഫിക്ർ നാ ഹോ, യാതൊരു ചിന്തയും ഇല്ലാത്തവൻ. മൂന്നാമത്തേത് കാം, ജോലി. അതിൻ്റെത് ബേകാം എന്നാണ് വരുന്നത്. ബേകാമിന്റെ അർത്ഥം ജിസ്കാ കോയി കാം നാ ഹോ, ജോലിയില്ലാത്തവൻ. നാലാമത്തേത് നാം, പേര്. ബേ നാം എന്ന് പറഞ്ഞാൽ പേരില്ലാത്തവൻ. ജിസ്കാ കോയി നാം നാ ഹോ, പ്രശസ്തിയോ പേരോ ഇല്ലാത്തവൻ. അടുത്തത് ഹോഷ്. ഹോഷ് എന്ന് പറഞ്ഞാൽ ബോധം എന്നാണ്. അതിൻ്റെത് ബേ ഹോഷ്, ബോധമില്ലാത്ത അവസ്ഥ. ജിസ്കാ കോയി ഹോഷ് നാ ഹോ, അതായത് ബോധമില്ലാത്ത അവസ്ഥ. അടുത്തത് ശർമ്മ. ശർമ്മ എന്ന് പറഞ്ഞാൽ ഷെയിം എന്നാണ്. അതിൻ്റെത് ബേ ശർമ്മ,
ബേശർമ്മ എന്ന് പറഞ്ഞാൽ നിർലജ്ജം എന്നാണ് വാക്കിന്റെ അർത്ഥം. ജിസ്ക കോയി ശർമ്മനാഹോ, ലജ്ജയില്ലാത്തവൻ. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്ക്, അക്കൗണ്ട്. ബേ ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്കില്ലാതെ. ജിസ്ക കോയി ഹിസാബ് നാഹോ, കണക്ക് ഇല്ലാത്തവൻ. അടുത്ത ഒരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, കാരണം അത് ഭവിഷ്യത് കാലമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാൻ നിങ്ങൾക്ക് അവസാനം തരാം. ഇനി നമ്മൾ 12ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. സെരാ ജ്ഞാൻദേ എന്ന് പറഞ്ഞവൾ കൊടുത്തിരിക്കുന്നു. उसकी खांसी नहीं रुकती है, उसका ऑटो नहीं रुकता है. ना उसकी खांसी रुकती है, ना उसका ऑटो. नीचे दिए सरल वाक्यों को नमूने के अनुसार बदल कर लिखे. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങളെ ഉദാഹരണത്തിലേതുപോലെ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സരൽ വാക്യോं को बदल कर लिखे. 3 വാക്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് അമൻകോ തമിഴ് നഹി ആത്തി ഹെ, അമൻകോ തെലുങ്ക് നഹി ആത്തി ഹെ. ഒന്ന് ചേർത്ത് എഴുതുമ്പോൾ അമൻകോ നാ തമിഴ് ആത്തി ഹെ നാ തെലുഗു. അടുത്ത് ദീദി ചായ് നഹി പീത്തി ഹെ, ദീദി സർബത്ത് നഹി പീത്തി ഹെ. ഒന്ന് ചേർത്തുമ്പോൾ ദീദി നാ ചായ് പീത്തി ഹെ നാ സർബത്ത്. മൂന്നാമത്തേത് നാനിക്കോ സിനിമ പസന്ത് നഹി, നാനിക്കോ നാടക് പസന്ത് നഹി. ഒന്ന് ചേർത്തുമ്പോൾ നാനിക്കോ നാ സിനിമ പസന്ത് ഹെ നാ നാടക്. അടുത്ത ചോദ്യം റോൾ പ്ലേ ചലായെ, പഠിച്ച് സംസ്മരൺ കി കിസി ഘടന के आधार पर റോൾ പ്ലേ ചലായെ. പഠിച്ച ഈ ലേഖനത്തിലെ ഏതെങ്കിലും ഒരു സംഭവത്തെ ആധാരമാക്കി ഒരു റോൾ പ്ലേ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ഇന്റർവ്യൂ ആണ് ആദ്യം കാണുമ്പോഴുള്ള ഇന്റർവ്യൂ ആണ് റോൾ പ്ലേ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓട്ടോ വാലെ കാ സാക്ഷാത്കാർ ഇന്റർവ്യൂ. ദില്ലി കി ഏക് സഡക് पर ഓട്ടോ കെ പാസ്. സന്ദർഭം കാണിക്കുന്ന ഡൽഹിയിലെ ഒരു റോഡിനടുത്ത്, ഓട്ടോയുടെ അടുത്ത്. കഥാപാത്രങ്ങളായിട്ട് ഗഗൻ ഗിൽ ഏക് പത്രക്കാർ, രാജാറാം ഏക് ഓട്ടോ ഡ്രൈവർ. രണ്ടുപേരെയാണ് കഥാപാത്രങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. ദൃശ്യ ശുരു ഹോത്താ ഹെ, ഗഗൻ और രാജാറാം ഓട്ടോ കെ പാസ് ഖടേ ഹെ. രണ്ടുപേരും ഓട്ടോയുടെ സമീപത്ത് നിൽക്കുന്നു. ഗഗൻ ഗിൽ, നമസ്തേ രാജാറാം, മുझे आपके जीवन के बारे में जानना है. രാജാറാം, എനിക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അല്പം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. രാജാറാം ശർമിന്ദ ഹോക്കർ, നമസ്തേ ജി, മേരെ ജൈസെ ഗരീബ് കെ ജീവൻ में क्या मिलेगा आपको. എന്നെ പോലെയുള്ള പാവപ്പെട്ടവരുടെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും. ഗഗൻ ഗിൽ, ബഹുത് കുച്ച്, ആപ് ദില്ലി മേ കബ് സേ ഹെ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നേടാൻ പറ്റും. ആപ് ദില്ലി മേ കബ് സേ ഹെ, നിങ്ങൾ എന്ന് മുതലാണ് ഡൽഹിയിൽ ജീവിക്കാൻ തുടങ്ങിയത്. രാജാറാം, ലഗ്ഭഗ് 14 साल से हो गए, ഏകദേശം 14 വർഷമായി. പകലെ ഗാവ് മേ മസ്ദൂരി കർത്താ ഥാ, മേരെ പിതാജി ബച്പൻ സേ അന്ധേ ഥേ. അത് ഞാൻ ഗ്രാമത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. എന്റെ അച്ഛൻ ബാല്യം മുതലേ അന്ധനായി തീർന്നു. ഗഗൻ ഗിൽ, ആപ് 14 साल से ഓട്ടോ മേ ഹി സോ രഹേ ഹെ. നിങ്ങൾ 14 വർഷമായിട്ട് ഈ ഓട്ടോയിൽ തന്നെയാണ് ഉറങ്ങുന്നത്. രാജാറാം, ജി മേ ബേഘർ ഹും, മേരാ ഓട്ടോ ഹി മേരാ ഘർ ഹെ. സർ, ഞാൻ വീടില്ലാത്തവനാണ്, എന്റെ ഓട്ടോയാണ് എന്റെ വീട്. ഗഗൻ ഗിൽ, ഏക് ദിൻ മേ കിത്തന കമാ ലേത്തെ ഹെ. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര സമ്പാദിക്കാനായിട്ട് പറ്റും. രാജാറാം, ബസ് 2 വക്ത് കി റോട്ടി മിൽ ജായേ കാഫി ഹെ. വലിയ കൂടുതലൊന്നുമില്ല, 2 നേരത്തെ ഭക്ഷണത്തിനുള്ളതൊക്കാൻ അത് തന്നെ ധാരാളം. ഗഗൻ ഗിൽ സോച്ചത്തെ ഹുയെ, ഹം ഏക് ഹി ശഹർ മേ രഹത്തെ ഹെ പർ ഹമാരി ദുനിയാ അലഗ് ഹെ. നമ്മൾ രണ്ടുപേരും ഒരേ പട്ടണത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ നമ്മളുടെ രണ്ടുപേരുടെയും ലോകം വ്യത്യസ്തമാണ്. അത് ഗരീബി അവർ കൂക്കുമേ അവർ ഹം ബാരിഷ് കി ഹരിയാലിമേ. നിങ്ങൾ ദാരിദ്ര്യത്തിലും വിശപ്പിലും, ഞങ്ങളാകട്ടെ നല്ല സുഖസൗകര്യങ്ങളോടുകൂടി. ബാരിഷ് കി ഹരിയാലിമേ എന്ന് പറഞ്ഞാൽ മഴയും പച്ചപ്പും, ഇവിടെ ഉദ്ദേശിക്കുന്ന സുഖസൗകര്യങ്ങളോടുകൂടി എന്നാണ്. രാജാറാം ഹസ്തേ ഹുയെ, ശായദ് ഹം സബ് ഏക് ജൈസേ ഹെ. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒന്നുപോലെ തന്നെയാണ്. ശുക്രിയ ജി, നന്ദി. ദൃശ്യ സമാപ്ത. ദൃശ്യം തീരുന്നു. ഞാൻ റോൾ പ്ലേയുടെ ഒരു മോഡൽ എഴുതി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഏത് ദൃശ്യം വേണമെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മോഡലുകൾ തയ്യാറാക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, രാജാറാം ജയ്സെ ലോകോങ്കി സംശയായെ. ചോദ്യം 2 രാജാറാം ജയ്സെ ലോകോങ്കി സംശയാവോങ്കെ ക്യാ ക്യാ കാരൺ ഹോങ്കെ. രാജാറാമിനെ പോലെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താണ്. ഉത്തരതാണ് ദില്ലിക്ക് ഗരീബ് ഓട്ടോ ചാലകവും ജയ്സെ രാജാറാം കി സംശയ മുഖ്യതഃ ഗരീബി സീമിത് കമായി और बढ़ते खर्च से जुड़ी हुई है. ഡൽഹിയിലെ ദരിദ്രനായ ഓട്ടോറിക്ഷക്കാരൻ രാജാറാമിനെ പോലെയുള്ളവരുടെ പ്രശ്നങ്ങൾ മുഖ്യമായും ദാരിദ്ര്യം, വരുമാനത്തിലെ കുറവ്, അതുപോലെ വർദ്ധിച്ചു വരുന്ന ചെലവ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓട്ടോ കി മർമ്മത്ത്, അതുകൂടാതെയാണ് ഓട്ടോയുടെ അറ്റകുറ്റപ്പണികൾ. പെട്രോൾ കാ ബോജ്, പെട്രോൾ വാങ്ങാനുള്ള ചിലവ്, അതുപോലെ മറ്റു ചിലവുകൾ, അവന്റെ വരവിലുള്ള കുറവ്. ഉൻകി ആമദനി കം കർ ദേത്താ ഹെ. ഈ മറ്റു ചെലവുകൾ എല്ലാം കൂടെ അദ്ദേഹത്തിന്റെ വരുമാനം കുറയ്ക്കുന്നു. സമാജമേ സമ്മാന അവസർ കി കമ്മി, അതുപോലെ സമൂഹത്തില് അവര് ആദരിക്കപ്പെടുന്നില്ല, അവസരങ്ങൾ അവർക്ക് കുറവാണ്.
ട്രാഫിക് വ പ്രദൂഷൺ ജയിച്ച് ശഹരി കഠിനായ, ഇതെല്ലാം കൂടാതെയാണ് ട്രാഫിക് ബ്ലോക്ക്, അതുപോലെ അന്തരീക്ഷ മലിനീകരണം, ഇങ്ങനെയുള്ള പട്ടണമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ. ഉനക്ക് ജീവൻ കോ ഓർ സംഘർഷമായി ബനാത്തി ഹെ, ഇതെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കൂടുതൽ സംഘർഷമയം ആക്കി തീർക്കുന്നു. അപ്പൊ രാജാറാമിനെ പോലെയുള്ള ഓട്ടോക്കാരുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണം പ്രധാനമായിട്ടും വരുമാനത്തിലെ കുറവും ദാരിദ്ര്യവും അതുപോലെ ജീവിതത്തിന്റെ ചെലവ് വർദ്ധിക്കുന്നതുമാണ്. അടുത്തത്, രാജാറാം ജയിച്ച ലോകോങ്കി സാമാജിക് പ്രഗതിക്ക് ലിയെ ഹം ക്യാ ക്യാ കർ സക്തേ ഹെ, രാജാറാമിനെ പോലെയുള്ള ആൾക്കാരുടെ സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നോക്കൂ. രാജാറാം ജയിച്ച് ഗരീബ് ഓട്ടോ ചാലകോങ്കി സഹായത के लिए सरकार को सस्ता लोन बीमा और सामाजिक सुरक्षा देनी चाहिए. രാജാറാമിനെ പോലെയുള്ള ഓട്ടോക്കാരുടെ സഹായത്തിന് വേണ്ടി സർക്കാരിന് ചെറിയ ലോണുകൾ കൊടുക്കാം, അവർക്ക് വേണ്ടി ഇൻഷുറൻസ് ഏർപ്പെടുത്താം. ഭീമ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. സാമാജിക് സുരക്ഷ, അതുപോലെ സാമൂഹികമായ സുരക്ഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാം. ആരോഗ്യപരമായ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളതാണ് സാമാജിക് സുരക്ഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമാജക്ക് ഉനके പ്രതി സമ്മാന അവർ സഹാനുഭൂതി രഖ്നി चाहिए, അതുപോലെ സമൂഹം അവരെ ആദരിക്കുകയും അവരെ സഹാനുഭൂതിയോടുകൂടി കാണുകയും ചെയ്യണം. हम सभी को ईमानदारी से कर्ज चुकाकर और कठिन समय में सहयोग देकर उनके जीवन को आसान बनाना चाहिए. ഇവർക്ക് കാര്യങ്ങളൊക്കെ സർക്കാരിന് ചെയ്യണമെങ്കിൽ സർക്കാരിന് പൈസ വേണം അല്ലേ? അപ്പൊ ആ പൈസ എവിടെയാണ്? നമ്മളെ പോലെയുള്ളവർ എന്ത് ചെയ്യണം? ഹം സഭീകോ ഈമാൻദാരി സെ ഖർജ് ചുകാക്കർ, നമ്മളെല്ലാവരും വിശ്വസ്തയോടുകൂടി സർക്കാരിന് കൊടുക്കാനുള്ള ടാക്സുകൾ കൊടുക്കണം. കഠിന സമയമേ സഹयोग देकर, അതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ സംഭാവനകൾ നൽകി സർക്കാരിനെയും ഇതുപോലെയുള്ളവരെ സഹായിക്കണം. ഉനके जीवन को आसान बनाना चाहिए, അങ്ങനെ നമുക്ക് അവരുടെ ജീവിതത്തെ കുറച്ചുകൂടി ഈസിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, ബേഘരോं की समस्या विषय पर ലഘുലേഖനം. വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഒരു ലഘുലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹെഡിങ് കൊടുത്തിരിക്കുന്നു ബേഘരോങ്കി സമസ്യ, വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ. ബേക്കർ ഹോന കിസി ഭി സമാജക്ക് ലിയെ ഗംഭീർ സമസ്യ ഹെ, വീടില്ലാതെ വരിക എന്നുള്ളത് ഏത് സമൂഹത്തിനും വലിയൊരു പ്രശ്നമാണ്. ബേക്കർ ലോക് ജിന്നെ രഹനെ കെ ലിയെ കോയി നിശ്ചിത ജഗഹ നഹീ മിൽത്തി, വീടില്ലാത്തവർക്ക് താമസിക്കാനായിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള സ്ഥലം ലഭിക്കുന്നില്ല. അക്സർ സടക്കവും പുലോങ്കെ നീച്ച് യാ സാർവജനിക് ജഗഹോं पर सोते हैं, ഇങ്ങനെയുള്ളവര് ഒന്നുകിൽ വഴിയിൽ അല്ലെങ്കിൽ പാലങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലാണ് ഉറങ്ങുന്നത്. ഉनका जीवन बहुत ही कठिन होता है, അവരുടെ ജീവിതം വളരെ കഠിനമാണ്. जिसमें उन्हें हर दिन अपनी बुनियादी जरूरतों जैसे भोजन पानी और सुरक्षा के लिए संघर्ष करना पड़ता है. ആ ജീവിതത്തിൽ അവർക്ക് എന്നും അവരുടെ ബേസിക് ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക, അതായത് ഭക്ഷണം, വെള്ളം, മറ്റ് സുരക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സംഘർഷം നടത്തേണ്ടതായിട്ട് വരുന്നു. ഏക്കരോങ്കി സമസ്യക്ക് കൈ കാരണം ഹോത്തേ ഹെ, വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. ജैसे ഗരീബി, ബേറോസ്ഗാരി, ശിക്ഷാക്കി കമ്മി അവർ പ്രാകൃതിക് ആപദായ, അതിൽ പ്രധാനപ്പെട്ടത് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസത്തിന്റെ കുറവ്, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെയാണ്. ഈ ലോക അക്സർ സമാജമേ ഉപേക്ഷിത മഹസൂസ് ഹോത്തേ ഹെ, ഇവർ പൊതുവായി കാണപ്പെടുന്ന എങ്ങനെയാണ്? സമൂഹത്തിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട വിഭാഗമായിട്ടാണ്. അവർ ഉन्हें സ്വാസ്ഥ്യ സേവായും അന്യ സർക്കാർ യോജനകളുടെ ലാഭം നഹീ മിൽ പാത്ത, ഇവർക്ക് വീടില്ലാത്തതുകൊണ്ട് തന്നെ അഡ്രസ് ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ സേവനങ്ങളുടെ ലാഭം എടുക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. ഈ സംശയക്കാ സമാധാനം സിർഫ് സർക്കാർ കി സിമ്മാദാരി നഹീ ഹെ, ഈ പ്രശ്നത്തിന് പരിഹാരം എന്നുള്ളത് കേവലം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. സിമ്മേദാരി എന്ന് പറയുന്നത് ഉത്തരവാദിത്തം എന്നാണ്. ബൽക്കി ഹം സഭീക കർത്തവ്യ ഹെ, മറിച്ച് ഇത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. ഈ ഹം ഉൻകി മദത് കരേ, അതായത് നമ്മൾ അവരെ സഹായിക്കണം. ഹം ഉन्हें ഭോജൻ കപ്പടെ അവർ ആശ്രയ പ്രദാൻ കർണേന് സഹായത കർ സക്തേ ഹെ, അവർക്ക് ഭക്ഷണവും വസ്ത്രവും ആശ്രയവും നൽകാൻ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. അവർ ഉन्हें ഫിർ സെ സാമാജിക ഹിസ്സ ബനനെ में മദത് കർ സക്തേ ഹെ, അങ്ങനെ അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കി തീർക്കാനായിട്ട് നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. ഇത് എസ്സേ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ളത് അനുബന്ധ കാര്യമാണ്. സംസ്മരൺ കാ ഓഡിയോ ബുക്ക് തയ്യാർ കരെ എന്നുള്ളതാണ് ആദ്യത്തേത്. ഈ ഒരു ലേഖനത്തിന്റെ ഓഡിയോ ബുക്കിന് പകരം ഞാൻ ഓരോ ഭാഗവും വായിച്ചാണ് നിങ്ങൾക്ക് ആശയം പറഞ്ഞു തന്നിരിക്കുന്നത്. നേരത്തെ തന്നെ വായിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓഡിയോ ബുക്ക് ഞാൻ നൽകിയിട്ടില്ല. അടുത്തത്, मान लें आप राजाराम का साक्षात्कार लेने जा रहे हैं तो उससे पूछने के लिए प्रश्नावली तैयार करें. ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ കരുതൂ, നിങ്ങൾ രാജാറാമിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല, ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 10 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്.
आपका नाम और उम्र क्या है? ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ പേരും വയസ്സും എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം ആപ് കബ് സെ ഓട്ടോ ചലാ രഹേ ഹെ? നിങ്ങൾ എന്ന് മുതലാണ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത്? മൂന്നാമത്തേത് റോസാന ആപ്കി കമായി കിത്തനി ഹോത്തി ഹെ? ദിവസവും നിങ്ങളുടെ വരുമാനം എത്രയുണ്ട്? നാലാമത്തേത് ഓട്ടോ കി മർമത്ത് और പെട്രോൾ पर कितना खर्च आता है? ഓട്ടോയുടെ അറ്റകുറ്റപ്പണിക്കും പെട്രോളിനും വേണ്ടി എത്ര ചെലവ് ഉണ്ടാകുന്നു? അഞ്ചാമത്തേത് ആപ്കെ പരിവാർ മേ കോൻ കോൻ ഹെ? നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? ആറാമത്തേത് ഓട്ടോ ചലാത്ത സമയം സബ്സെ ബഡി മുഷ്കിലേം ക്യാ ഹോത്തി ഹെ? ഓട്ടോ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഏഴാമത്തേത് ട്രാഫിക് और പോലീസ് സെ കിത്തനി പരേശാനി ഹോത്തി ഹെ? ട്രാഫിക് കൊണ്ടും പോലീസിനെ കൊണ്ടും എത്രയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്? എട്ടാമത്തേത് സമാജ് മേ ഗരീബ് ഓട്ടോ ചാലകോന്റെ പ്രതി ആക്കി റായ് ക്യാ ഹെ? സമൂഹത്തിലെ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒൻപതാമത്തേത് ക്യാ ആപ്കോ ലഗ്താ ഹെ കി സർക്കാർ ആപ്കി മദദ് കർ സക്തി ഹെ? സർക്കാർ നിങ്ങളെ സഹായിക്കും എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? പത്താമത്തേത് ആപ്കാ സബ്സെ ബഡാ സ്വപ്ന ക്യാ ഹെ? നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പഖജാനെ ലിഖേം, സർക്കാർ മേരെ ലിയെ കുछ കരേഗി, मैं आ जाऊंगा, രേഖാങ്കൃത ശബ്ദോं के प्रयोग की विशेषताओं पर चर्चा करें, ऐसा वाक्य पाठ से छांट कर लिखे. ഈ ചോദ്യത്തിന് ഉത്തരമാണ് തരുന്നത്. ഈ അടിയിൽ വരിയിട്ടിരിക്കുന്ന പദങ്ങൾ കരേഗി, ജാവൂങ്ക എന്നുള്ളത് സാമാന്യ ഭവിഷ്യത് കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ നിയമമാണ് ഞാൻ താഴെ തരുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ സാമാന്യ ഭവിഷ്യത് കാലം ഉണ്ടാക്കുന്നതിനുള്ള നിയമം കർത്ത പ്ലസ് ക്രിയാധാതു പ്ലസ് ഭവിഷ്യത് കാൽ കാ പ്രത്യയ. കർത്താവ്, ക്രിയാധാതു അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഭവിഷ്യത് കാലത്തിൻ്റെ പ്രത്യയങ്ങൾ, ഇത്രയാണ് ചേർക്കേണ്ടത്. ഇനി ഭവിഷ്യത് കാലത്തിൻ്റെ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് മേം ആണ് കർത്താവായിട്ട് വരുന്നെങ്കിൽ പുല്ലിംഗത്തിൽ ഊങ്ക എന്നും സ്ത്രീലിംഗത്തിൽ ഊങ്കി എന്നുമാണ് ഭവിഷ്യത് കാലത്തിൻ്റെ പ്രത്യയങ്ങൾ. ക്രിയാധാതു ഏത് ക്രിയയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരും. അതിനോടുകൂടി ഊങ്ക അല്ലെങ്കിൽ ഊങ്കി എന്ന് ചേർക്കുന്നു. ഒരു ഉദാഹരണം അവിടെ തന്നിരിക്കുന്നു. മേം ഖാവൂങ്ക പുല്ലിംഗ്, ഐ വിൽ ഇറ്റ്. മേം ഖാവൂങ്കി, ഐ വിൽ ഇറ്റ്. അത് സ്ത്രീലിംഗ്, അതായത് സ്ത്രീലിംഗത്തിൽ ഊങ്കി എന്നും പുല്ലിംഗത്തിൽ ഊങ്ക എന്നും ചേർത്തിരിക്കുന്നു, മേം വന്നിരിക്കുന്നുണ്ട്. തും ആണെങ്കിൽ പുല്ലിംഗത്തിൽ ഓകെ എന്നും സ്ത്രീലിംഗത്തിൽ ഓഗി എന്നുമാണ് ചേർക്കേണ്ടത്. ഉദാഹരണത്തിന് തും ഖേലോഗെ, യു വിൽ പ്ലേ. തും ഖേലോഗി, യു വിൽ പ്ലേ. രണ്ടും പുല്ലിംഗം സ്ത്രീലിംഗമായിട്ട് കൊടുത്തിരിക്കുന്നു. ഓഗ, ഓകെ അല്ലെങ്കിൽ ഓഗി. ഇനി വഹ് അല്ലെങ്കിൽ ലേഖ ആണ് വരുന്നതെങ്കിൽ ഹി ഷീറ്റ് എന്നാണ് വഹിൻ്റെ അർത്ഥം. ഏക എന്ന് പുല്ലിംഗത്തിലും ഏകി എന്ന് സ്ത്രീലിംഗത്തിലും ചേർക്കുന്നു. ഉദാഹരണത്തിന് വഹു പഠേക, ഹി വിൽ സ്റ്റഡി. വഹു പഠേഗി, ഷീ വിൽ സ്റ്റഡി. ഏക അല്ലെങ്കിൽ ഏകി. ഇനി ഹം ആണെങ്കിൽ, അതായത് ബഹുവചനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ബഹുവചനമായിട്ട് ഹം, വേ ഇതൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏങ്കെ എന്ന് പുല്ലിംഗത്തിലും ഏങ്കി എന്ന് സ്ത്രീലിംഗത്തിലും ചേർക്കണം. ഉദാഹരണത്തിന് ഹം ഘൂമേങ്കെ അല്ലെങ്കിൽ ഹം ഘൂമേങ്കി. വേ ആയേങ്കെ പുല്ലിംഗ്, വേ ആയേങ്കി സ്ത്രീലിംഗ്. ആപ് ആണ് കർത്താവായിട്ട് വരുന്നെങ്കിൽ യു ബഹുവചനം പോലെയാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് ആപ് ജായേങ്കെ പുല്ലിംഗ്, ആപ് ജായേങ്കി സ്ത്രീലിംഗ്. यह महत्वपूर्ण है कि क्रिया के अंत में लगने वाले प्रत्यय ऊंगा, ऊंगी, ओगे, ओगी, एगा, एगी, एंगे, एंगी के एगी को कर्ता के लिंक, जेंडर और वचन नंबर के अनुसार बदले. അതായത് നമ്മൾ ക്രിയാധാതുവിനോടുകൂടി ചേർക്കുന്ന മേം കർത്താവായി വരുമ്പോൾ ഊങ്ക അല്ലെങ്കിൽ ഊങ്കി എന്ന് ചേർക്കുന്നത് മേം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തും കർത്താവായിട്ട് വരുമ്പോൾ ഓകെ അല്ലെങ്കിൽ ഓഗി ചേർക്കുന്നത് തും സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ വഹ അല്ലെങ്കിൽ ഏതെങ്കിലും ഏകവചനം കർത്താവായി വരുമ്പോൾ ഏക അല്ലെങ്കിൽ ഏകി ചേർക്കുന്നത് ഏക എന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിലും ഏകി എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനത്തിലാണ് ചേർക്കുന്നത്. അതുപോലെ ഏതെങ്കിലും ബഹുവചനം വരുമ്പോൾ പുല്ലിംഗമാണെങ്കിൽ ഏങ്കെ എന്ന് ചേർക്കുന്നു, സ്ത്രീലിംഗമാണ് കർത്താവെങ്കിൽ ഏങ്കി എന്ന് ചേർക്കുന്നു. ഇത് ജെൻഡറിനും നമ്പറിനും അനുസരിച്ചാണ്, അതായത് ലിംഗത്തിനും വചനത്തിനും അനുസരിച്ചാണ് മാറി മാറി ചേർക്കേണ്ടത്. ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ചോദ്യം, ക്രിയാപദമെങ്കിൽ വിശേഷത സമച്ചേ. താഴെ തന്നിരിക്കുന്ന ക്രിയാപദങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മേനെ തൈ കിയാക്കി ദില്ലി ചലേ. ഞാൻ തീരുമാനമെടുത്തു ഡൽഹിയിലേക്ക് പോകണമെന്ന്. ലോകോങ്കോ ആപ്കെ ജീവൻ കെ ബാരേമേ പതാ ചലേഗ. ആൾക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിവ് ഉണ്ടാകും. രേഖാങ്കത പ്രയോഗം പർ ധ്യാൻ ദേ,
ऐसे कुछ विशेष प्रयोग पाड़ से चुन ले और अपने वाक्य में प्रयोग करें. ഇവിടെ തൈക്കിയ അല്ലെങ്കിൽ പതാ ചലേക ഇങ്ങനെയുള്ള ക്രിയകൾ, അതുപോലെയുള്ള ക്രിയകൾ പാഠത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തൈക്കിയ അല്ലെങ്കിൽ പതാ ചലേക എന്നുള്ള ക്രിയയുടെ പ്രത്യേകത ഇവ സംയുക്ത ക്രിയകളാണെന്നുള്ളതാണ്. സംയുക്ത ക്രിയ എന്ന് പറഞ്ഞാൽ രണ്ട് ക്രിയകൾ ചേർന്ന്, ഒരു മുഖ്യ ക്രിയയും ഒരു സഹായ ക്രിയയും കൂടെ ചേർന്നുണ്ടാകുന്ന പദങ്ങളാണ് സംയുക്ത ക്രിയകൾ. പക്ഷേ ഈ സംയുക്ത ക്രിയകളിൽ സഹായക്രിയയായിട്ട് ഉപയോഗിക്കുന്ന പദം ഒരു പക്ഷേ ഈ മുഖ്യക്രിയയെ വിശേഷിപ്പിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ മുഖ്യക്രിയയുടെ അർത്ഥത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതാണ്. നമുക്ക് എന്താണ് മുഖ്യക്രിയ, എന്താണ് സഹായക്രിയ, സംയുക്ത ക്രിയ എന്താണെന്ന് മനസ്സിലാക്കാം. മുഖ്യക്രിയ മെയിൻ വെർബ്, സഹായക്രിയ ഹെൽപ്പിംഗ് വെർബ്, സംയുക്ത ക്രിയ കോമ്പൗंड വെർബ്. सहायक क्रिया वह क्रिया है जो मुख्य क्रिया के साथ मिलकर वाक्य के काल, अवस्था और वाच्य को स्पष्ट करती है. സഹായക ക്രിയ എന്ന് പറയുന്നത് മുഖ്യക്രിയയുടെ കൂടെ ചേർന്ന് വാക്യത്തിൻ്റെ ടെൻസ്, മൂഡ് അല്ലെങ്കിൽ വോയിസ് ഇതിനെ മനസ്സിലാക്കുന്നതാണ് സഹായക്രിയ എന്ന് പറയുന്നത്. ഏക ക്രിയ അകലെ കോയി പൂർണ്ണ അർത്ഥ നഹി ദേത്തി. ഈ ക്രിയയ്ക്ക് സ്വന്തമായിട്ട് അർത്ഥമില്ല, തന്നെത്താൻ നിൽക്കുമ്പോൾ അതിന് അർത്ഥമില്ല. ഈ മുഖ്യക്രിയ രൂപക്കെ കാൽക്കോ നിർത്താരത് കർണമേ മദത് കർത്തി ഹെ. കൂടുതലായും ഇത് മുഖ്യക്രിയയുടെ ടെൻസിനെ സൂചിപ്പിക്കാനായിട്ടാണ് സഹായക്രിയ ഉപയോഗിക്കുന്നത്. ജൈസെ കി കോയി കാര്യം വർത്തമാനമേ ഹോ രഹാ ഹേ, ഹോ ചുകാ ഹേ, ആ ഭവിഷ്യമേ. അതായത് ഒരു കാര്യം വർത്തമാനകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ, അതോ ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞോ, അതോ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളോ, ഇങ്ങനെ കാലത്തെ സൂചിപ്പിക്കാനായിട്ടാണ് സഹായക്രിയ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് വഹു പഠ് രഹാഹേ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രഹാഹേ സഹായക്രിയാഹേ. ഇവിടെ രഹാഹേ എന്നുള്ള സഹായക്രിയയാണ്. ജോ ദർശാത്തി ഹേക്ക് കാര്യം വർത്തമാനമേ ചൽ രഹാഹേ. ഇതിൽ നമുക്ക് മനസ്സിലാകും കാര്യം വർത്തമാനകാലത്തിലാണ് നടക്കുന്നതെന്നുള്ളത്. അടുത്ത രണ്ടാമത്തേത് മേൻ ജാവൂങ്ക, ഞാൻ പോകും. യഹം ഊങ്ക സഹായക്രിയാഹേ ജോ ഭവിഷ്യക്കാൽക്കോ ദർശാത്തി ഹേ. ഇവിടെ ഊങ്ക എന്ന് പറയുന്ന ഒരു സഹായക്രിയയാണ്. ഇത് ഭാവി കാലത്തെയാണ് കാണിക്കുന്നത്. ഇനി എന്താണ് മുഖ്യക്രിയ അല്ലെങ്കിൽ മെയിൻ വെർബ്? മുഖ്യക്രിയ വഹ ക്രിയാഹേ ജോ വാക്യമേ ഹോനെ വാലെ പ്രമുഖ കാര്യ യാ അവസ്ഥാക്കോ ബതാത്തി ഹേ. മുഖ്യക്രിയ എന്ന് പറയുന്നത് ആ ക്രിയയാണ്, അതായത് വാക്യത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ അല്ലെങ്കിൽ വാക്യത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ആ വാക്കിനെയാണ് നമ്മൾ മുഖ്യക്രിയ എന്ന് പറയുന്നത്. ഏക വാക്യക്ക സബ്സെ മഹത്വപൂർണ്ണ ക്രിയാപദ് ഹെ. ഇതാണ് ആ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയാപദങ്ങൾ. ഏക അകേലേ ഹി പൂർണ്ണ അർത്ഥ ദേ സക്താ ഹെ. ഇതിന് തനിയെയും പൂർണ്ണാർത്ഥം നൽകാനായിട്ട് സാധിക്കും. സഹായക്രിയ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണെന്നുള്ളതേ ഉള്ളൂ. തനിയാണെങ്കിലും പൂർണ്ണമായ അർത്ഥം നൽകാനായിട്ട് സാധിക്കും. ഉദാഹരണം കേലിയെ വഹു പഠ്താ ഹേ, അവൻ പഠിക്കുന്നു. യഹം പഠ് മുഖ്യക്രിയാഹേ. ഇവിടെ പഠ് എന്ന് പറയുന്ന പഠിക്കുന്നു മുഖ്യക്രിയയാണ്. വേ ഖാരഹേ ഹേ, അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. യഹം ഖാ മുഖ്യക്രിയാഹേ. ഇവിടുത്തെ മുഖ്യക്രിയ എന്ന് പറയുന്നത് ഖായാണ്. ദിയഗയ ക്രിയാപദവുമേം സഹായക അവർ മുഖ്യക്രിയാവുമ്പോൾ പഹചാൻതേ ഹേ. നമുക്ക് തന്നിരിക്കുന്ന ക്രിയാപദങ്ങളിൽ നിന്ന് മുഖ്യക്രിയയും സഹായക ക്രിയയും നമുക്കൊന്ന് തിരഞ്ഞെടുത്ത് എഴുതാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് സംയുക്ത ക്രിയയെക്കുറിച്ചും കൂടെ പറയാം. കാരണം നമുക്ക് പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് സംയുക്ത ക്രിയയുടെ ആണല്ലോ. जब दो या दो से अधिक क्रियाएं मिलकर एक पूर्ण अर्थ वाली क्रिया बनाती है तो उसे संयुक्त क्रिया കോമ്പൗണ്ട് വെർബ് कहते हैं. അതായത് രണ്ടോ അതിലധികമോ ക്രിയകൾ ചേർന്ന് അതിനൊരു പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഒരു പുതിയ ക്രിയയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ സംയുക്ത ക്രിയ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ കോമ്പൗണ്ട് വെർബ് എന്ന് പറയും. അതായത് രണ്ട് ക്രിയകൾ ചേർന്ന് ഒരു പൂർണ്ണ അർത്ഥമുള്ള മറ്റൊരു ക്രിയ ഉണ്ടാകുന്നതിനാണ് സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. इन क्रियाओं में एक मुख्य क्रिया मेन वर्ब होती है और दूसरी सहायक क्रिया ऑक्सिलरी वर्ब होती है. ഈ ക്രിയകളിൽ ഒന്ന് മുഖ്യക്രിയ ആയിരിക്കും, മറ്റൊന്ന് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായക്രിയ ആയിരിക്കും. ജോ മുഖ്യക്രിയക്ക് അർത്ഥക്കോ വിശേഷ ബനാത്തി ഹെ. സംയുക്ത ക്രിയയിൽ സഹായക്രിയയുടെ പ്രത്യേകത എന്താണ്? അത് കാലത്തെ അല്ലെങ്കിൽ വോയിസിനെ സൂചിപ്പിക്കുന്നതിലുപരി ഇവയുടെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് ഇവിടെ സഹായക്രിയ ഉപയോഗിക്കുന്നത്. ജോ മുഖ്യക്രിയക്ക് അർത്ഥക്കോ വിശേഷ ബനാത്തി ഹെ. അതിൻ്റെ അർത്ഥത്തെയാണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് പറയുന്നത്. സംയുക്ത ക്രിയക്ക് സംരചന, സംയുക്ത ക്രിയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. സംയുക്ത ക്രിയാമേ ആം തൗർ पर दो प्रकार की क्रियाएं होती है. സംയുക്ത ക്രിയയിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ക്രിയകളുണ്ട്. മുഖ്യക്രിയ ഏക ക്രിയക്ക് വാക്യക്ക് പ്രമുഖ കാര്യക്കോ ബതാത്തി ഹെ. ഇത് ക്രിയയിലെ അല്ലെങ്കിൽ വാക്യത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറയുന്നു. അടുത്ത് തന്നെ രഞ്ജക ക്രിയ. നമ്മൾ നേരത്തെ പറഞ്ഞത് സഹായക്രിയ എന്നാണ്. എന്നാൽ ഇവിടെ പറയുന്ന രഞ്ജക ക്രിയ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്നാണ് പറയുന്നത്. എന്താണ് രഞ്ജക ക്രിയ അല്ലെങ്കിൽ ഓക്സിലറി വെർബ്? यह क्रिया मुख्य क्रिया के साथ जुड़कर उसके अर्थ में विशेषता
ജൈസെ പൂർണ്ണത, ശീഘ്രത, അനുമതി, നിശ്ചിന്തത, ആദിലാത്തിഹെ. ഇവിടെ സഹായക്രിയയായിട്ട് ഉപയോഗിക്കുന്ന ക്രിയ കാലത്തെയോ അല്ലെങ്കിൽ വോയിസിനെയോ സൂചിപ്പിക്കാനല്ല, മറിച്ച് ഈ മുഖ്യക്രിയയുടെ അർത്ഥത്തിന് കൂടുതൽ പൂർണ്ണത നൽകാനാണ്. മുഖ്യക്രിയ കെ സാത്ത് ജുഡ്കർ ഉസ്കെ അർത്ഥമേം വിശേഷത, അതിൻ്റെ അർത്ഥത്തിന് കൂടുതൽ വിശേഷത നൽകുന്നു. എന്തൊക്കെ വിശേഷതയാണ്? പൂർണ്ണത, ശീഘ്രത, അനുമതി, നിശ്ചിതത, ആദിലാത്തിഹെ. ഇത്രയും കാര്യങ്ങളാണ് സഹായക്രിയ മുഖ്യക്രിയയ്ക്ക് സഹായമായിട്ട് നൽകുന്നത്. അതിന് പൂർണ്ണത നൽകുന്നു, ശീഘ്രത നൽകുന്നു, അനുമതി നൽകുന്നു, നിശ്ചിതത നൽകുന്നു. ഇസെ സഹായക്രിയ ഭി കഹ സക്തേ ഹൈ, അതിനെ സഹായക്രിയ എന്നും വിളിക്കാറുണ്ട്. ലേക്കിൻ യഹാം ഇസ്കാ കാര്യ കാൽ ബതാനെ കാ ബജായ അർത്ഥ കോ രംഗാന യാ വിശേഷ ബനാന ഹോത്താ ഹൈ. എന്നാൽ ഇവിടെ സഹായക്രിയ എന്ന് പറയുമ്പോൾ ഇവിടെ സംയുക്ത ക്രിയയിലെ സഹായക്രിയയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കാലത്തെ സൂചിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് അർത്ഥക്കോ രംഗാന, അർത്ഥത്തിന് കൂടുതലൊന്നുകൂടെ ഒരു വിശേഷം നൽകുക അല്ലെങ്കിൽ അർത്ഥത്തിന് നിറം കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണം അവർ പ്രകാരം ഉദാഹരണങ്ങളും കൂടുതലായിട്ട് നൽകിയിരിക്കുന്നു. നമ്മുടെ പുസ്തകത്തിൽ സംയുക്ത ക്രിയയായിട്ടാണ് ഈ തൈക്കിയ അല്ലെങ്കിൽ പദാചലേക എന്നത് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം പുസ്തകത്തിലെ മറ്റ് സംയുക്ത ക്രിയകൾ, നമ്മുടെ പുസ്തകത്തിൽ ഈ പാഠത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന മറ്റ് സംയുക്ത ക്രിയകൾ ഏതൊക്കെയാണെന്ന്. ഒരെണ്ണം ടൂട്ട് ജാതി ഹെ എന്നുള്ളതാണ്. यहाँ टूटना मुख्य क्रिया है और जाना रंजक क्रिया है. यह संयुक्त क्रिया अचानक होने या पूर्णता का भाव दर्शाती है. टूट जाती है എന്നുള്ള ക്രിയ ഇവിടെ ജാതി ഹെ എന്നുള്ള അർത്ഥം ടൂട്ട്ന എന്നുള്ള മുഖ്യ ക്രിയയ്ക്ക് കൊടുത്തിരിക്കുന്ന എന്തർത്ഥത്തിലാണ്? അച്ചാനക് ഹോനെ യാ പൂർണ്ണതാക്ക ഭാവ ദർശാത്തി ഹെ, പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പൂർണ്ണത, ഈ അർത്ഥത്തിലാണ് ജാതി ഹെ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ കാലത്തെ സൂചിപ്പിക്കാനായിട്ടല്ല. അതുപോലെ ദൗഡ് രഹാഹെ, യഹാം ദൗഡിന മുഖ്യ ക്രിയ ഹെ और രഖന രഞ്ജക ക്രിയ ഹെ. एक കാര്യയ്ക്ക് ജാരി രഖനേക്കാ ഭാവ ബതാത്തി ഹെ. ഇത് ആ കാര്യം തുടരുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ദൗഡ രഹാഹെ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് ബദാസക്തിയും. യഹാം ബദാന മുഖ്യ ക്രിയ ഹെ. ബദാസക്തിയും എന്നുള്ളിടത്തിൽ ബദാന എന്നുള്ളത് മുഖ്യ ക്രിയയാണ്, സക്കന എന്നുള്ളത് രഞ്ജക്രിയയാണ്. യഹ് ക്ഷമത യാ സാമർഥ്യക്ക ഭാവ് ബതാത്തി ഹെ. ഈ സക്കന എന്നുള്ളത് കാര്യക്ഷമതയാണ് അല്ലെങ്കിൽ സാമർത്ഥ്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലാതെ കാലത്തെ അല്ല. അതുപോലെ ആ ഗയാഹെ, യഹാം ആന മുഖ്യ ക്രിയാഹെ അവർ ജാന രഞ്ജക ക്രിയാഹെ. ആ ഗയാഹെ എന്നുള്ളത് താന എന്നുള്ളത് മുഖ്യ ക്രിയയാണ്, ജാന എന്നുള്ളത് രഞ്ജക ക്രിയയാണ്. യഹ് കാര്യക്കെ പൂർണ്ണ ഹോനെയ അചാനക ഘടനയേക്കാ ഭാവ ബതാത്തി ഹെ. ഈ ആ ഗയാഹെ എന്നുള്ളത് ഒന്നുകിൽ കാര്യം പൂർണ്ണമായതിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ കാര്യം പെട്ടെന്ന് സംഭവിച്ചതിനെയാണ്, ആ ഒരു ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബെന ലാത്തീഹും, ചായയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണല്ലേ, ചായ് ബെന ലാത്തീഹും എന്നല്ലേ അവർ പറഞ്ഞത്. യഹം ബനാന മുഖ്യ ക്രിയാഹെ. ഇവിടെ ബനാന എന്നുള്ളത് മുഖ്യ ക്രിയയാണ്, ലാന എന്നുള്ളത് രഞ്ജക ക്രിയയാണ്. യഹ ആദത് യാ നിയമിതതാക്ക ഭാവ ബതാത്തി ഹെ. ഇത് ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നതിനാണ് ബെന ലാത്തീഹും എന്ന് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഉദാഹരണം സംയുക്ത ക്രിയകളുടെയാണ്. അതിനനുസരിച്ച് പുസ്തകത്തിലെ മറ്റുദാഹരണങ്ങളാണ്, സംയുക്ത ക്രിയകളുമായിട്ട് ബന്ധപ്പെട്ട മറ്റുദാഹരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വാച്ച് അല്ലെങ്കിൽ വോയിസിനെ സൂചിപ്പിക്കുന്ന സഹായക്രിയകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഏതാനും ഉദാഹരണങ്ങളോടെ പറയാം. ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ പറയുന്നില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തേത് മുതൽ ദൗഡ രഹാഹെ. ദൗഡിന എന്നുള്ളത് മുഖ്യക്രിയ, രഹന എന്നുള്ളത് സഹായക്രിയ. ദൗഡ രഹാഹെ എന്നുള്ളത് സംയുക്ത ക്രിയയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫൂൽ രഹാഹെ, ഫൂലിന എന്നുള്ള മുഖ്യക്രിയ, രഹന എന്നുള്ളത് സംയുക്ത ക്രിയ. ഇവിടെ വേണമെങ്കിൽ അത് കാലത്തെ സൂചിപ്പിക്കാനായിട്ടും ഉപയോഗിക്കാം. ഫൂൽ രഹാഹെ ഒന്നിച്ച് പറയുമ്പോൾ സംയുക്ത ക്രിയയാണെങ്കിലും ഇവിടെ കൂടുതലായിട്ടും അതിൻ്റെ അർത്ഥത്തിന് അല്ല ഊന്നൽ കൊടുക്കുന്നത്, കാലത്തെ സൂചിപ്പിക്കാനാണ്. ഫൂൽ രഹാഹെ എന്ന് പറഞ്ഞാൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ബദാസക്തിഹും, ബദാന മുഖ്യക്രിയ, ബദാസക്തിഹും എന്നുള്ളത് സംയുക്ത ക്രിയയാണ്. അതിൻ്റെ അർത്ഥം വർത്തമാനകാലത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ബദാസക്തിഹും എന്ന വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഗയാഹെ, ആന മുഖ്യക്രിയ, ജാന സംയുക്തക്രിയ. ആ ഗയാഹെ എന്നുള്ള ജാന എന്നുള്ള സഹായക്രിയ, ആ ഗയാഹെ എന്നുള്ള സംയുക്തക്രിയയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആ ഗയാഹെ എന്നുള്ള അർത്ഥം എന്താണ്, ആസന്ന ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബെന രഹീഹും, ബെന എന്നുള്ളത് മുഖ്യക്രിയ, രഹന എന്നുള്ളത് സംയുക്തക്രിയ, രഹന എന്നുള്ളത് സഹായക്രിയ, ബെന രഹീഹും എന്നുള്ളത് സംയുക്തക്രിയ. ഇവിടെ സാമാന്യ താൽക്കാലിക വർത്തമാനകാലത്തെ സൂചിപ്പിക്കാനാണ് ബെന രഹീഹും എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്.
സമച്ച് രഹാകും, ഇതും താൽക്കാലിക വർത്തമാനകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സമച്ചിന എന്നുള്ളത് മുഖ്യക്രിയ, രഹന എന്നുള്ള സഹായക്രിയ. സമച്ച് രഹാകും എന്നുള്ളത് സംയുക്തക്രിയയാണ്, പക്ഷേ അത് കാലത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സികുഡ് ജാത്തീഹെ, സികുഡിന എന്നുള്ളത് മുഖ്യക്രിയ, ജാന എന്നുള്ളത് സഹായക്രിയ, സികുഡ് ജാത്തീഹെ സംയുക്തക്രിയയാണ്. ഇവിടെ സികുഡ് ജാത്തീഹെ എന്നുള്ളത് ഒന്നിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സാമാന്യ വർത്തമാനകാലത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബനാല തീഹും, ഇവിടെ ബന എന്നുള്ളത് മുഖ്യക്രിയ, ലാന എന്നുള്ളത് സംയുക്തക്രിയ, ബനാല തീഹും എന്നുള്ളത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാമാന്യ വർത്തമാനകാലത്തെ സൂചിപ്പിക്കാനായിട്ടാണ്. ഇതാണ് സംയുക്തക്രിയയിൽ സഹായക്രിയ ഉപയോഗിക്കുന്നതും അതുപോലെ സാധാരണ കാലത്തെ സൂചിപ്പിക്കാനായിട്ട് സഹായക്രിയ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനീ പറഞ്ഞ ഈ അവസാനം തന്നിരിക്കുന്ന ഉദാഹരണങ്ങളാണ് നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം സംയുക്തക്രിയയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്, കാലത്തെ അല്ല പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവസാന ഭാഗമാണ് നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. സംയുക്തക്രിയയുള്ള രചനയും അവയുടെ വിശേഷതയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രിയ കുട്ടികളെ, ദില്ലി മേം ഉനീന്ദ എന്നുള്ള പാഠത്തിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.